ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ 4th മൊഡ്യൂൾ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസത്തിലെ പാർട്ട് 3 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതുപോലെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന ടോപ്പിക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഓക്കെ, വെൻ ദ കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് ഈസ് മൂവിങ് ഓർ ചേഞ്ചിങ്, the EMF induced in the conductor is called statically induced EMF. ഇവിടെ കണ്ടക്ടർ സ്റ്റേഷനറി ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മൂവിങ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നു, ബട്ട് കണ്ടക്ടർ എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFനെ രണ്ടായിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. What is self-induced EMF? It is the EMF induced in a coil due to the change of its own flux linked with it is called self-induced EMF. Okay, ഒരു കോയിലിൽ അതിൻ്റെ തന്നെ ഫ്ലക്സ് ചേഞ്ച് കൊണ്ട് ഉണ്ടാവുന്ന EMFനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഫോർ ദാറ്റ് കൺസിഡർ എ കോയിൽ വിച്ച് ഇസ് ക്യാരിയിങ് കറൻറ്റ്. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ദ കോയിൽ. അല്ലേ, ഒരു കോയിലിലേക്ക് നമ്മൾ കറൻറ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ആസ് എ റിസൾട്ട് എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം കറൻറ്റിൽ ചേഞ്ച് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ആവുന്നു. അല്ലേ, അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഉണ്ടാവുന്നു. ആസ് എ റിസൾട്ട് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ EMF ആണല്ലോ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഗിവൺ ബൈ ലെൻസസ് ലോ വിച്ച് ഒപ്പോസസ് ദ കോസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസിക് ഇക്വേഷൻ തന്നെയാണ്. E ഈസ് ഈക്വൽ ടു N ഇൻറ്റു d∅/dt. അതുകൂടി ശ്രദ്ധിക്കുക. E ഈസ് ഈക്വൽ ടു N ഇൻറ്റു d∅/dt. ഓക്കെ, അപ്പം ഇതാണ് കോയിൽ. ഈ കോയിലിലേക്ക് ഒരു വോൾട്ടേജ് സോഴ്സിലൂടെ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ അതിൽ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നു. കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ആവുന്നു. മാഗ്നറ്റിക് ഫീൽഡ് ുള്ള ചേഞ്ച് കൊണ്ട് കണ്ടക്ടർ ആ ഒരു ഫ്ലക്സിൽ ലിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത് കാരണം EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ EMFനെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ കറൻറ്റ് ഇൻ ദ കോയിൽ ചേഞ്ചസ്. ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF opposes the change of the current in the coil. This property of the coil is known as self inductance or inductance. കോയിലിലുള്ള കറൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ EMFും സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്താ ചെയ്യുന്നത്? വിച്ച് ട്രൈസ് ടു ഒപ്പോസ് ദ ചേഞ്ചിങ് കറൻറ്റ്. ആ ഒരു പ്രോപ്പർട്ടി, ആ ഒരു കോയിലിൻ്റെ പ്രോപ്പർട്ടിയെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. സോ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്ലക്സ്. അതിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ളതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? N ഇൻറ്റു d∅/dt എന്ന് എഴുതാം. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്ലക്സ്. അതിൻ്റെ തന്നെ ഫ്ലക്സ് ലിങ്കേജ് കാരണം അതിലുണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഫ്ലക്സ് ചേഞ്ച് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. The EMF induced in a coil due to the change in current in the neighboring coil is called mutually induced EMF. Okay, for that consider two coils. We are considering coil A and coil B. They are placed adjacent to each other. അല്ലേ, അത് തമ്മിൽ എന്തില്ല? ആ രണ്ട് കോയിലും തമ്മിൽ ഫിസിക്കൽ കണക്ഷൻസ് ഒന്നുമില്ല. ദേ ആർ മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഈച്ച് അതർ. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുക. എ പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ കോയിൽ എ പാസ് ത്രൂ ഓർ ലിങ്ക്സ് വിത്ത് കോയിൽ ബി. ദിസ് ഫ്ലക്സ് വിച്ച് ഈസ് കോമൺ ടു ബോത്ത് ദ കോയിൽസ് എ ആൻഡ് ബി ഈസ് കോൾഡ് മ്യൂച്വൽ ഫ്ലക്സ് φ. ഓക്കെ, അതായത് നമ്മൾ കോയിൽ എയിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ആസ് എ റിസൾട്ട് ഇതിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്തു. കറൻറ്റ് I ഈസ് ഫ്ലോയിങ് ത്രൂ കോയിൽ എ. കറൻറ്റ് വേരി ചെയ്യുന്നു അല്ലെങ്കിൽ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നു. അപ്പം അതിലൊരു മാഗ്നറ്റിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു കോയിൽ എയിൽ. അത് കാരണം ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കോയിൽ എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന EMFനെ നമുക്ക് പറയാം സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പം ഇതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലക്സിനെ φm എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. φm എന്താണ്? ഇറ്റ് ഈസ് ദ മ്യൂച്വൽ ഫ്ലക്സ്. അപ്പം കോയിൽ എയിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് കോയിൽ ബി കട്ട് ചെയ്യുകയാണെങ്കിൽ, കോയിൽ എയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ കോയിൽ ബിയിൽ ലിങ്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കോയിൽ ബിയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു EMF ക്രിയേറ്റ് ചെയ്യുന്നു.
അതാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അപ്പോൾ രണ്ട് കോയിൽ അടുത്തടുത്ത് വെക്കുമ്പോൾ ഒരു കോയിലിലുള്ള ഫ്ലക്സ് മറ്റൊരു കോയിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ലിങ്കേജ് നടക്കുന്നത് കൊണ്ട് സെക്കൻഡ് കോയിലുണ്ടാവുന്ന ഇ എം എഫിനെയാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് കോയിലുള്ള ഇ എം എഫ് എന്തായിരിക്കും? ദാറ്റ് ഈസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ക്ലിയർ? ഓക്കെ. അപ്പം ഇവിടെ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ കോയിൽ ബി എ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോൺ ആസ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? കോയിൽ എയിൽ കൊടുത്തിരിക്കുന്ന കറൻറ്റ്, ചേഞ്ച് ഇൻ കറൻറ്റ് കാരണം ദർ വിൽ ബി സം ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഫ്ലക്സിനെ ആര് കട്ട് ചെയ്തു? കോയിൽ ബി കട്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഒരു കണ്ടക്ടർ ഫ്ലക്സിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഇപ്പം ചേഞ്ചിങ് ഫ്ലക്സ് ആണല്ലേ, ഇവിടുത്തെ കോയിൽ എയിൽ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കൂടുമ്പോൾ കോയിൽ എയുടെ ഫ്ലക്സ് കൂടുന്നു, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം കൂടുന്നു അല്ലെങ്കിൽ ഫ്ലക്സ് കൂടുന്നു. ആ ഫ്ലക്സിനെയാണ് കോയിൽ ബി കട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ ഇ എം എഫിനെയാണ് സെക്കൻഡ് കോയിലിൻ്റെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. അപ്പം ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഗിവൺ ബൈ ഫാരഡേസ് ലോ. നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊക്കെ ബേസിക് ഇക്വേഷൻ ഫാരഡേസ് ലോ തന്നെയാണ്. സോ ഇക്വേഷൻ ഇ എം ഈസ് ഈക്വൽ ടു എൻ ബി ഇൻറ്റു ഡി ഫൈ എം ബൈ ഡി ടി എന്ന് എഴുതിക്കൂടെ? ഓരോ ടേമും നമുക്കറിയാം. ഇ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, എൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ ബി, ആൻഡ് ഡി ഫൈ എം ബൈ ഡി ടി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മ്യൂച്വൽ ഫ്ലക്സ്. ഓക്കെ. അപ്പം ഇവിടെ കോമൺ ആയിട്ടൊരു ഫ്ലക്സ് ആണുള്ളത് അല്ലേ? ഒരു കോയിൽ എയുടെ ഫ്ലക്സിനെ തന്നെയാണ് കോയിൽ ബിയും കട്ട് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ഫ്ലക്സിനെയാണ് നമ്മൾ ഫൈ എം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്? ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ദാറ്റ് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. സോ നമുക്കൊരു ഇൻഡക്ടർ കൺസിഡർ ചെയ്യാം. ഇതൊരു ഇൻഡക്ടറാണ് അല്ലെങ്കിൽ സോളിനോയിഡാണ്, കമ്പിച്ചുരുളാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഞാനിതിലേക്കൊരു കറൻറ്റ് ഐ കൊടുക്കുകയാണെങ്കിൽ ഈ കറൻറ്റ് ഐ കാരണം ഈ ഇൻഡക്ടറിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ദർ വിൽ ബി സം മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കാരണം എന്തുണ്ടായി? ഈ കറൻറ്റ് ചേഞ്ച് ആകുമ്പോൾ ഈ ഇൻഡക്ടറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആവുമല്ലോ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആയി. ഇൻഡക്ടർ ഒരു കണ്ടക്ടറാണ്. ഓക്കെ. അപ്പം എൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു ഇൻഡക്ടർ, അല്ലെങ്കിൽ അതൊരു കമ്പിച്ചുരുൾ എന്താണ്? ഒരു കണ്ടക്ടർ ആണല്ലോ. അപ്പം കണ്ടക്ടറിന് ഈ കറൻറ്റ് വേരി ചെയ്യുമ്പോൾ ഇതിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഹാസ് ട്രൈ ടു ഒപ്പോസ് ദ മെയിൻ കോസ്. ഓക്കെ. അപ്പോൾ എന്താണിതിൽ കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അല്ലേ? ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെയിൻ വോൾട്ടേജിനെ ആര് ഒപ്പോസ് ചെയ്യുന്നു? ഈ ഒരു കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സെൽഫ് ഇൻഡക്റ്റൻസ് ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ കറൻറ്റ് കൂടിക്കഴിഞ്ഞാലോ? കറൻറ്റ് കൂടിക്കഴിയുമ്പോൾ ഇൻക്രീസിങ് കറൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്നു. കറൻറ്റ് കുറഞ്ഞു കഴിയുകയാണെങ്കിലോ ഡിക്രീസിങ് കറൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്നു. ആ രീതിയിലാണ് സെൽഫ് ഇൻഡക്റ്റൻസ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ദാറ്റ് ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ ദ എമൗണ്ട് ഓഫ് കറൻറ്റ്. അപ്പോൾ ഒരു കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന ചേഞ്ചിങ് കറൻറ്റിനെ ഒപ്പോസ് ചെയ്യാനുള്ള അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി, ആ കോയിലിൻ്റെ പ്രോപ്പർട്ടിയെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ദ പ്രോപ്പർട്ടി ഈസ് ഡ്യൂ ടു ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദ കോയിൽ ഇറ്റ് സെൽഫ് ബൈ ദ ചേഞ്ചിങ് കറൻറ്റ്. If the current in the coil is increasing, what happened? Self-induced EMF is set up in such a direction so as to oppose the rise of current. കൂടിയ കറൻറ്റിനെ കുറയ്ക്കാൻ അതിനെ ഒപ്പോസ് ചെയ്യും. ഓക്കെ. ഡയറക്ഷൻ, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ദെൻ ഇഫ് ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ്. സിമിലർലി ഇഫ് കറൻറ്റ് ഇൻ ദ കോയിൽ ഈസ് ഡിക്രീസിങ്, എന്ത് സംഭവിക്കുക? സെൽഫ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് വിൽ ബി സച്ച് ആസ് ടു ഒപ്പോസ് ദ ഡിക്രീസ് ഇൻ കറൻറ്റ്. ഓക്കെ. അപ്പോൾ ഒരു കോയിലിൻ്റെ ദ പ്രോപ്പർട്ടി ഓഫ് എ കോയിൽ ദാറ്റ് ഒപ്പോസ് ദ ചേഞ്ച് ഇൻ എമൗണ്ട് ഓഫ് കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ ഇൻഡക്റ്റൻസ്. അപ്പോൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? എൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നോക്കാം. സോ വി ആർ കൺസിഡറിങ് എ കോയിൽ ഓഫ് എൻ ടേൺസ് അല്ലേ? നമ്മൾ എൻ ടേൺസ് ഉള്ള ഒരു കോയിൽ കൺസിഡർ ചെയ്യുകയാണ്. എൻ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ദ കറൻറ്റ് ഐ ഈസ് പാസിങ് ത്രൂ ദിസ് കോയിൽ ആൻഡ് ഫ്ലക്സ് ഈസ് ഫൈ അല്ലേ? അപ്പം നമുക്ക് പറയാം സാധാരണ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ
ഇ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ആണ്. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതൂ. ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈവ് എന്ന് എഴുതാമല്ലോ അല്ലേ. നൗ സിൻസ് ഫ്ലക്സ് ഈസ് ഡ്യൂ ടു കറൻറ്റ് ഇൻ ദ കോയിൽ ഇറ്റ് ഫോളോസ് ദ ഫ്ലക്സ് ലിങ്കേജസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഫൈവ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഐ. നമുക്കറിയാം ഒരു ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് എന്തിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇതിൻ്റെ നമ്പർ ഓഫ് ടേൺസിനും അതുപോലെ ഇതിലുള്ള ഈ ഒരു കോയിലിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലക്സിനും പ്രൊപ്പോർഷണലാണ് നമുക്കറിയാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഐ ബൈ ഡി ടി അല്ലേ. നമുക്കെങ്ങനെ പറയാൻ സാധിക്കുക ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഐ ബൈ ഡി ടി എന്ന്? കാരണം ഇൻഡക്ടറിലൂടെ കറൻറ്റ് കടന്നു പോവുകയാണ് അല്ലേ. അപ്പോൾ ഇൻഡക്ടറിലൂടെ കറൻറ്റ് കടന്നു പോകുമ്പോൾ മീൻസ് ഇൻഡക്ടറിലെ കറൻറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിൽ ഫ്ലക്സ് കൂടും. ഫ്ലക്സ് കൂടുമ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽഫ് ഇൻഡക്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാമല്ലോ ഇ എം എഫ് കൂടുമ്പോൾ കറൻറ്റ് കൂടുമ്പോൾ എന്ത് കൂടുന്നു എന്ന് പറയാം? ഇ എം എഫ് കൂടുന്നു എന്ന് പറയാം. ഓക്കെ, സോ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഡി ഐ ബൈ ഡി ടി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഐ ബൈ ഡി ടിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യാം. ആ കോൺസ്റ്റൻറ്റ് ഞാൻ എൽ എന്നിട്ടു. ദാറ്റ് ഈസ് അപ്പോഴല്ലേ ഈക്വൽ ടു ആവുള്ളൂ. സോ ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഒരു കോയിലിൽ ഉണ്ടാവുന്ന ഇ എം എഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതിൻ്റെ ഇൻഡക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതോടൊപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഹിയർ എൽ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. ദ യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് എന്താണ്? ഹെൻറി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എച്ച് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇഫ് ഇ ഈസ് ഈക്വൽ ടു 1 volt and L is equal to 1 Henry, when L is equal to 1 Henry, di by dt, if di by dt is equal to 1 ampere per second, നമുക്ക് എപ്പോഴാണ് ഒരു ഇൻഡക്റ്റൻസ് 1 ഹെൻറി എന്ന് പറയാൻ പറ്റുക? അതിന് ഇ ഈസ് ഈക്വൽ ടു എന്താവണം? 1 volt ആവണം. ഡി ഐ ബൈ ഡി ടി 1 ആംപിയർ പെർ സെക്കൻഡ് ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻഡക്റ്റൻസ് എൽ ഈക്വൽ ടു 1 ഹെൻറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നോക്കുക. എ കോയിൽ ഓർ സർക്യൂട്ട് ഹാസ് ആൻ ഇൻഡക്റ്റൻസ് ഓഫ് 1 ഹെൻറി ഇഫ് ആൻ ഇ എം എഫ് ഓഫ് 1 volt ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ് വെൻ കറൻറ്റ് ഇറ്റ് ചേഞ്ചസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 ആംപിയർ പെർ സെക്കൻഡ്. ആ കോയിലിലൂടെ ഉള്ള കറൻറ്റ് 1 ആംപിയർ പെർ സെക്കൻഡ് ചേഞ്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇറ്റ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റ് ഈസ് 1 ആംപിയർ പെർ സെക്കൻഡ് ആണെങ്കിൽ, അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് 1 volt ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എൽ ഈസ് ഈക്വൽ ടു 1 ഹെൻറി എന്ന് പറയാൻ പറ്റും. ഇനി ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി, അതായത് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇറ്റ്സ് നെഗറ്റീവ്. ഞാൻ പറഞ്ഞു അത് ആ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാനുള്ള കാരണത്തിന് എന്ത് ചെയ്യാണ്? ഒപ്പോസ് ചെയ്യാണ്. സോ ലെൻസസ് ലോ അപ്ലൈ ചെയ്യാം. ഇ ഈസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു minus L into di by dt. While we are considering the direction, we can say it is minus. Okay, negative. Then നമുക്ക് ഇനി ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു 3 മെത്തേഡ്സ് ഉണ്ട്. അത് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റ് ഡി ഐ ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇ. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയാം. ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അതൊന്ന് നമുക്ക് വി ക്യാൻ ഫൈൻഡ് ഔട്ട് എൽ അല്ലേ. എൽ ഈസ് ഈക്വൽ ടു എന്താ? ഇ ഡിവൈഡഡ് ബൈ ഡി ഐ ബൈ ഡി ടി. നേരിട്ട് എഴുതി അത്രയേ ഉള്ളൂ. ഇതൊരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇഫ് ദ ഫ്ലക്സ് ലിങ്കേജസ് ഓഫ് ദ കോയിൽ ആൻഡ് കറൻറ്റ് ആർ നോൺ ദെൻ ഇൻഡക്റ്റൻസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ്. സോ ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത് എന്താ? ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അപ്പോൾ അതിനെ അറേഞ്ച് ചെയ്ത് ഒന്ന് ഡി ബൈ ഡി ടി ഓഫ് എൽ ഐ എന്ന് എഴുതാമല്ലോ. ഓക്കെ, 1. ദെൻ ഇ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി എന്നുള്ളൊരു ഇക്വേഷൻ ഇല്ലേ, അതിനൊന്ന് അറേഞ്ച് ചെയ്ത് അപ്പം ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈവ് എന്ന് എഴുതാം. അതിന് ഞാൻ ഇക്വേഷൻ 2 എന്നിട്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. ഒന്നിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റ്. ഓക്കെ, ദെൻ ഇ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ രണ്ടേ നമുക്ക് എന്താ ഈക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് എൽ ഐ ഈസ് ഈക്വൽ ടു എൻ ഫൈവ്. അത് നമുക്ക് എൽ കിട്ടില്ലേ? എൽ ഈക്വൽ ടു എൻ ഫൈവ് ബൈ ഐ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദസ് ഇൻഡക്റ്റൻസ് ഈസ് ദ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദ കോയിൽ പെർ ആംപിയർ അല്ലേ. ഇഫ് എൻ ഫൈവ് ഈസ് ഈക്വൽ ടു 1 വെബർ ടേൺ ആൻഡ് ഐ ഈസ് ഈക്വൽ ടു 1 ആംപിയർ. ഐ ഈസ് ഈക്വൽ ടു 1 ആംപിയറും അതുപോലെ എൻ ഫൈവ് എന്ന് പറയുന്നത് 1 വെബർ ടേണുമാണെങ്കിൽ ഇൻഡക്റ്റൻസിന് നമുക്ക് എന്ത് പറയാം? 1 ഹെൻറി ആണ് അതിലെ ഇൻഡക്റ്റൻസ് എന്ന് പറയാം. ക്ലിയർ?
ഇനി തേർഡ് മെത്തേഡ്, ഇതിൽ നമ്മൾ ഇറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് MMF ആൻഡ് റിലക്റ്റൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു MMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലോഗസ് ടു ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ്, ഫോർ എൻ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് സർക്യൂട്ട് വി ക്യാൻ കൺസിഡർ MMF as EMF ആൻഡ് റിലക്റ്റൻസ് as റെസിസ്റ്റൻസ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ MMF മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സും അതുപോലെ റിലക്റ്റൻസും. So the inductance of the magnetic circuit can be found in terms of its physical dimensions. അപ്പം അതിനു വേണ്ടി we are considering an iron cored solenoid of dimensions as given. N number of turns n and I be the current that is flowing through the solenoid and L is the length. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് MMF ബൈ റിലക്റ്റൻസ്, MMFൻ്റെ ഇക്വേഷൻ എന്താണ്, N × I ആണ്. നമ്മൾ എടുത്തതാണ്, ആ ക്ലാസ് കാണാത്തവർ ഒന്നുകൂടി കണ്ട് അതൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പം MMF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N × I ആണ്. ഇനി റിലക്റ്റൻസ് എന്താണ്, L ഡിവൈഡഡ് ബൈ A μ0 L ഡിവൈഡഡ് ബൈ A μ0 μr, L ഡിവൈഡഡ് ബൈ A μ0 μr. ഓക്കെ, നൗ നമുക്ക് അപ്ലൈ ചെയ്യാം. MMFന് പകരം NI എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ L ഡിവൈഡഡ് ബൈ A μ0 μr, വേർ L ഡിവൈഡഡ് ബൈ A μ0 μr എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു റിലക്റ്റൻസ് S. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, ഈ ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു I. ഇക്വേഷൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക, എന്താ വരിക, d∅ ഈസ് ഈക്വൽ ടു d ഓഫ് എന്താണ് മുകളിൽ വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു NI ഡിവൈഡഡ് ബൈ L ബൈ A μ0 μr അല്ലേ. അപ്പോൾ നമുക്ക് di/di ഇൻറ്റു N ഡിവൈഡഡ് ബൈ A μ0 μr എന്ന് വരുമല്ലോ. ഓക്കെ, di ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് ഇവിടെ എന്തുണ്ട്, LHSൽ എന്തുണ്ട്, d∅/di ഉണ്ട്. അപ്പം d∅/di ഈസ് ഈക്വൽ ടു N ഡിവൈഡഡ് ബൈ L ഡിവൈഡഡ് ബൈ A μ0 μr. ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ വന്നത് എന്ത് വന്നു, N × A × μ0 μr ഡിവൈഡഡ് ബൈ L ഈസ് ഈക്വൽ ടു d∅/di എന്ന് വരുമല്ലോ. ചെയ്ത് നോക്കുക, ഞാനൊന്ന് ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞെന്ന് മാത്രം. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ, d∅/di ഈസ് ഈക്വൽ ടു N × A × μ0 × μr ഡിവൈഡഡ് ബൈ L. നമുക്കറിയാം ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്, μ0യും μrഉം ഒക്കെ. ഓക്കെ, ഇനി വി നോ L ഈസ് ഈക്വൽ ടു N × d∅/di. അപ്പം ഇവിടുത്തെ ഈ ഇക്വേഷനിൽ d∅/diക്ക് നമുക്ക് L ഈസ് ഈക്വൽ ടു N × d∅/di ആണല്ലോ അല്ലേ. സോ നമുക്ക് d∅/diക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ഇവിടെ എന്ത് വരും, ന്യൂമറേറ്റർ ഒരു Nൻ്റെ ടേം കൂടി വരും. ഓക്കെ, അപ്പം N² A μ0 μr ഡിവൈഡഡ് ബൈ L എന്ന് വന്നു. ഒന്ന് ഇൻ ടേംസ് ഓഫ് റിലക്റ്റൻസ് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, ഈ A ഇതിനെങ്ങനെ എഴുതിക്കൂടെ, L ഡിവൈഡഡ് ബൈ A μ0 μr. ഒന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ, ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാലും ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും കറക്റ്റാണ്. സോ വി ഗെറ്റ് L ഈസ് ഈക്വൽ ടു N² ഡിവൈഡഡ് ബൈ L ഡിവൈഡഡ് ബൈ A × μ0 × μr, where this term is S അല്ലേ, റിലക്റ്റൻസ് അല്ലേ. സോ L ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, N² ബൈ റിലക്റ്റൻസ് എന്ന് കിട്ടി. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് L ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിലക്റ്റൻസ്. അപ്പം റിലക്റ്റൻസ് കൂടി കഴിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പോസിഷൻ ഫാക്ടർ കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് കുറയും അല്ലേ. അതാണ് അത് തമ്മിലുള്ള റിലേഷൻ. ചെയ്ത് നോക്കുക. ദെൻ we have to find out what is the magnitude of mutually induced EMF. അപ്പം സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ 3 രീതിയിൽ കണ്ടുപിടിച്ചു. ഇനി എങ്ങനെയാണ് ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാം. അതിനുവേണ്ടി 2 കോയിലുണ്ട്, കോയിൽ A ആൻഡ് കോയിൽ B ആർ ദർ. ഇതിൻ്റെ കോമൺ ഫ്ലക്സ് എന്ന് പറയുന്നത് 512 ആണ്. ഓക്കെ, കോയിൽ എയിൽ ഒരു കറണ്ട് കൊടുക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് കോയിൽ എയിൽ മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്തു. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കോയിൽ B കട്ട് ചെയ്യുകയാണ്. ആസ് എ റിസൾട്ട് കോയിൽ ബിയിലൊരു
ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ആ ഇ എം എഫിൻ്റെ പേരാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതുപോലെ കോയിൽ എയിലുണ്ടായ ഇ എം എഫിൻ്റെ പേരാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, കോമൺ അല്ലെങ്കിൽ മ്യൂച്വൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 512 ആണെങ്കിൽ. സോ കൺസിഡർ 2 കോയിൽസ്. ഞാൻ ഒന്നുകൂടി വായിക്കാം. കൺസിഡർ 2 കോയിൽസ് എ ആൻഡ് ബി ആർ പ്ലേസ്ഡ് അഡ്ജസൻറ്റ് ടു ഈച്ച് അതർ. ഇഫ് എ കറൻറ്റ് I1 ഫ്ലോസ് ത്രൂ കോയിൽ എ. ഇതിലൂടെ I1 എന്നുള്ളൊരു കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. I1 ഈസ് ഫ്ലോയിങ് ത്രൂ കോയിലെ. എ ഫ്ലക്സ് ഈസ് സെറ്റപ്പ് അല്ലേ, ഒരു ഫ്ലക്സ് സെറ്റപ്പ് ചെയ്തു. ഓക്കെ, ദെൻ ദാറ്റ് ഫ്ലക്സ് ഈസ് മ്യൂച്വൽ ഫ്ലക്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 512. ഓക്കെ, 512 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയിൽ എയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്, ബട്ട് ദാറ്റ് ഈസ് ലിങ്ക്ഡ് ടു കോയിൽ ബി ഓൾസോ. ഓക്കെ, നൗ if current in coil A is varied, what happens? The mutual flux is also varies and hence the EMF is induced in the coil B varies. ഓക്കെ, അപ്പം കോയിൽ എയിൽ കറൻറ്റ് കൂടിക്കഴിഞ്ഞാൽ കോയിൽ ബിയിലുള്ള ഇ എം എഫ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫും ഇൻക്രീസ് ചെയ്യുന്നു. സോ നോട്ട് ദാറ്റ് കോയിൽ ബി ഈസ് നോട്ട് ഇലക്ട്രിക്കലി കണക്റ്റഡ്. തമ്മിൽ ഇലക്ട്രിക്കലി ഒന്നും കണക്റ്റഡ് അല്ല, ജസ്റ്റ് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആണ്. അതാണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ എന്താണ്? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. ദ ലാർജർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോയിൽ എയിലുള്ള കറൻറ്റ് ലാർജർ ആണെങ്കിൽ കോയിൽ ബിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫും എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ കോയിൽ ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റ് ഇൻ കോയിൽ. അതങ്ങനെ തന്നെ മനസ്സിലാക്കി പഠിക്കുക. കോയിൽ ബിയിലുണ്ടാകുന്ന mutually induced EMF which is directly proportional to the rate of change of current in coil A. കോയിൽ എയിൽ ഉള്ള കറൻറ്റിന്, കോയിൽ എയിലാണ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ് കോയിൽ എയിൽ കറൻറ്റ് ഉണ്ടായത്. ആ കറൻറ്റിനോട് എന്ത് പ്രൊപ്പോർഷനിലായിരിക്കും? കോയിൽ ബിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് പ്രൊപ്പോർഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ഇ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dI1/dt. അപ്പം I1 എങ്ങനെ വന്നു എന്നറിയാലോ. I1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ കോയിൽ എ ആൻഡ് ഇ എം ഈസ് ദ മാഗ്നറ്റിക് mutually induced EMF that is produced in coil B. Okay, so നമുക്ക് എങ്ങനെ എഴുതാം? EM is directly proportional to dI1/dt. സോ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് M, that is മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, സോ EM is equal to എന്താണ്? M into dI1/dt. ഓക്കെ, ഇനി ഇതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ഹെൻറി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇഫ് EM equal to 1 volt and dI1/dt is equal to 1 ampere per second, then M എന്തായിരിക്കും? അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തായിരിക്കും? 1 ഹെൻറി. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 1 ഹെൻറി ആവണമെങ്കിൽ എന്തായിരിക്കണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറൻറ്റ് എന്തായിരിക്കണം? 1 ആംപിയർ പെർ സെക്കൻഡ്. കാരണം ആ ഒരു കോയിലിൽ, സെക്കൻഡ് കോയിലിൽ 1 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ കോയിലിന് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 1 ഹെൻറി ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക. സോ ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഹെൻസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ 2 കോയിൽ ഈസ് 1 ഹെൻറി ഇഫ് കറൻറ്റ് ചേഞ്ചിങ് അറ്റ് ദ റേറ്റ് ഓഫ് 1 ആംപിയർ പെർ സെക്കൻഡ് ഇൻ 1 കോയിൽ ഇൻഡ്യൂസസ് ആൻ ഇ എം എഫ് ഓഫ് 1 വോൾട്ട് ഇൻ ദ അതർ കോയിൽ. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോ. ഇ എം ഈസ് ഈക്വൽ ടു എം ഇൻറ്റു dI1/dt, where dI1/dt is the rate of change of current flowing through the primary coil or first coil or coil A, and M is the mutual inductance, that is the constant, its unit is Henry, and EMF is, it is the mutually induced EMF. Okay, then നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻസ് 3 രീതിയിൽ കണ്ടുപിടിക്കാം. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ 2 കോയിൽ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ വൺ ഓഫ് ദ ഫോളോയിങ് 3 മെത്തേഡ്സ്. അപ്പം ഫസ്റ്റ് മെത്തേഡ് എന്താണ്? മെയിൻ ഇക്വേഷൻ തന്നെ, ഇ എം ഈസ് ഈക്വൽ ടു എം ഇൻ dI1/dt. സോ അത് നമുക്ക് എം കണ്ടുപിടിക്കാം. എം ഈക്വൽ ടു ഇ എം ഡിവൈഡഡ് ബൈ dI1/dt. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇഫ് ദർ ആർ 2 magnetically coupled coils A and B having N1 and N2 turns respectively. അതുകൂടി കൺസിഡർ ചെയ്യുക. ഇവിടെ 2 കോയിലുണ്ട്. ഓക്കെ, ഇവിടെ 2 കോയിലുണ്ട്. അപ്പോൾ ഈ 2 കോയിലിൽ ഇഫ് കോയിൽ എ ഹാവ് N1 നമ്പർ ഓഫ് ടേൺസ് ആൻഡ് കോയിൽ 2 ഹാസ് N2 നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ദ കറൻറ്റ് I1 is passing through coil A and the EMF is producing and there will be some flux which is common. Okay, now we can representing it as 5M or 512. Okay, it is 512 and the EMF is induced here, it is EM. Okay, now we know EM is equal to M into dI1/dt. നേരത്തെ ഇക്വേഷൻ ആണ്, മെയിൻ ഇക്വേഷൻ ആണ്. അത് നമ്മളൊന്ന് നേരത്തെ ചെയ്ത പോലെ ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ d/dt ഓഫ് M into I1 എന്ന് എഴുതാമല്ലോ. സോ ഞാൻ അതിനൊന്ന് ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്, M into I1. ഇനി അതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്.
ഫ്രം ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. EM ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പഠിച്ചു, EM ഈസ് ഈക്വൽ ടു N ഇൻറ്റു d∅2 ∅12 ഡിവൈഡഡ് ബൈ dt. ഓക്കെ, സോ നമുക്ക് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? d/dt ഓഫ് N2 ഇൻറ്റു N2 ഇൻറ്റു ∅12 എന്ന് എഴുതാം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്. N2 ഇൻറ്റു N d∅ എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, N ഇൻറ്റു d∅dt ഈസ് ഈക്വൽ ടു E എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. സോ ഇത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ആയതുകൊണ്ട് നമ്മൾ Nന് സെക്കൻഡ് കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൺസിഡർ ചെയ്യുകയാണ്. അതുപോലെ ∅12 ദാറ്റ് ഈസ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ primary coil or coil A. Okay, that is mutually coupled to the second coil and EMF is generated. So ഇത് നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. Mi1 is equal to N2 ∅12. അതിന് M കിട്ടുമല്ലോ. M is equal to N2 into ∅12 divided by I1. അപ്പോൾ അതും കണ്ടുപിടിപ്പം ഏതാണോ നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇത് പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ ഏതൊക്കെയാണോ തന്നിട്ടുള്ളത് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾക്ക് മെയിനായിട്ട് ഈ രണ്ട് ഇക്വേഷൻ, അതായത് M ഇൻറ്റു di1/dt യും അതുപോലെ N2 ഇൻറ്റു d∅12/dt യും യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇതൊന്ന് നിങ്ങൾക്ക് അതൊന്ന് ഇപ്പം ഈ ഒരു സെക്കൻഡ് മെത്തേഡിൽ നിന്ന് M നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ടേൺസും അതുപോലെ ഫ്ലക്സും കറൻറ്റുമാണ് തന്നതെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് M ബൈ യൂസിങ് ദീസ് ഇക്വേഷൻസ്. ഓക്കെ, ദെൻ third method. Here the mutual inductance between the two coils can be determined in terms of physical dimensions. നേരത്തെ നമ്മൾ ചെയ്തു. അപ്പോൾ നേരത്തെ ഒരു കോയിൽ ഉണ്ടായിരുന്നു, ബട്ട് ഇവിടെ എന്തുണ്ട്? രണ്ട് കോയിലുണ്ട്. അപ്പം ഫിസിക്കൽ ഡയമെൻഷൻസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ N1 കൺസിഡർ ചെയ്യണം, അതുപോലെ N2 കൺസിഡർ ചെയ്യണം. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ A ആൻഡ് കോയിൽ B. ഓക്കെ, അതുപോലെ ഒരു കോമൺ ഫ്ലക്സ് ഉണ്ടല്ലോ ∅12, ദാറ്റ് ഈസ് ടേക്കൺ ഇറ്റ് എസ് ∅12. ഏത് നൊട്ടേഷൻ വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഇതൊരു ടെക്സ്റ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ∅12 തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കറൻറ്റ് I1 ഈസ് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ A ആൻഡ് കറൻറ്റ് I2 ഈസ് ഫ്ലോയിങ് ത്രൂ കോയിൽ B. ഓക്കെ, നൗ നമുക്ക് ഇൻ ടേംസ് ഓഫ് മ്യൂച്വൽ ഫ്ലക്സ് ഇൻ ടേംസ് ഓഫ് MMF ബൈ റിലക്റ്റൻസ് എഴുതാം. അപ്പോൾ എങ്ങനെ വരിക? ഇവിടെ MMF എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ദ EMF പ്രൊഡ്യൂസ്ഡ് ഇൻ ദ primary coil, that is N1 into I1. MMF is equal to N1 into MMFൻ്റെ മെയിൻ ഇക്വേഷൻ N into I ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറൻറ്റ് ആണല്ലോ MMF. I is equal to, സോ MMF is equal to, ഓക്കെ, അപ്പം N1 I1 ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ് എന്താണ്? L ഡിവൈഡഡ് ബൈ mu 0 അതിലൊന്നും ചേഞ്ച് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ∅12/I1 ഈ I1നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ∅12/I1 ഈസ് ഈക്വൽ ടു എന്താ വരിക? N1 ഇൻറ്റു ഈ L divided by mu 0 r N1 I1 divided by L divided by ഇതിൽ N1 I1 divided by L by എന്നാണ് കേട്ടോ. ഇത് mu 0 r എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പം N1 I1 divided by L ഡിവൈഡഡ് ബൈ A mu 0 r. ഓക്കെ, ഇത് നമുക്ക് മോളിക്ക് കൊണ്ടുപോയിക്കൂടെ? ന്യൂമറേറ്ററിൽ എഴുതാമല്ലോ. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, N1 I1 A mu 0 r ഹോൾ ഡിവൈഡഡ് ബൈ L എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ∅12 അല്ലേ? അപ്പോൾ ഇനി ∅12 ഈ I1 താഴേക്ക് കൊണ്ടുവന്നാലോ? അപ്പോൾ അത് പോയി. സോ വി ഗെറ്റ്, നമുക്ക് എന്ത് കിട്ടും? N1 A mu 0 r by L. ഓക്കെ, പിന്നെ നമുക്കറിയാം M ഈക്വൽ ടു N2 ഇൻറ്റു ∅12 ഡിവൈഡഡ് ബൈ I1. എമ്മിൻ്റെ ഇക്വേഷൻ അല്ലേ, നമുക്കറിയാവുന്ന ഇക്വേഷൻ. സോ നമുക്കിതൊന്ന് ഇനി എന്ത് കണ്ടുപിടിക്കാം? ഈ ∅12/I1 എന്നുള്ള എക്സ്പ്രഷൻ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടും അതിൻ്റെ ∅12/I1 എന്നുള്ളത് ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. N1 A mu 0 r ഡിവൈഡഡ് ബൈ L. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? സോ M ഈസ് ഈക്വൽ ടു എന്ത് വരും? N2 ഇൻറ്റു N1 ഇൻറ്റു A ഇൻറ്റു mu 0 r ഡിവൈഡഡ് ബൈ L. ഓക്കെ, സോ നമുക്കൊന്നുകൂടി മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം? N1 N2 ഡിവൈഡഡ് ബൈ L ഡിവൈഡഡ് ബൈ A ഇൻറ്റു mu 0 ഇൻറ്റു mu r. എന്താ ഇത്? ദിസ് ഇസ് റിലക്റ്റൻസ് എസ്. ഓക്കെ, സോ നമുക്ക് എഴുതാം M ഈസ് ഈക്വൽ ടു N1 N2 ഡിവൈഡഡ് ബൈ എസ് എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഇറ്റ്. N1 N2 ഡിവൈഡഡ് ബൈ L ഡിവൈഡഡ് ബൈ A mu 0 r. അതായത് N1 N2 ഡിവൈഡഡ് ബൈ എസ്. ദാറ്റ് ഈസ്
മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്? ഇഫ് ക്വസ്റ്റ്യനിൽ ഇപ്പം N1 N2 അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ആണ് തന്നിരിക്കുന്നത്, അതുപോലെ റിലക്റ്റൻസ് വാല്യൂവിന് ഏരിയ അല്ലെങ്കിൽ പെർമിയബിലിറ്റി ഒക്കെ തന്നിട്ടാണെങ്കിൽ ലെങ്ത് ഒക്കെ തന്നിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണം. N1 N2 ഡിവൈഡഡ് ബൈ L ബൈ A μ0 μr എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.